महाभारतं महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ ഇവരുടെ ജനനത്തോടെ ഹസ്തിനാപുരിയിൽ എല്ലാവരും വീണ്ടും സന്തോഷത്തിലായിരുന്നു. അങ്ങനെ രാജാവായി പാണ്ഡു നിയുക്തനായി. പിന്നീട് ഇവരുടെയൊക്കെ വിവാഹപ്രായമായപ്പോൾ ഭീഷ്മർ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അതിൽ ധൃതരാഷ്ട്രർക്കു വേണ്ടി ഗാന്ധാര രാജ്യത്തെ സുബല രാജാവിന്റെ മകൾ ഗാന്ധാരിയെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് ഭീഷ്മർ ഒരു സന്ദേശം കൊടുത്തയച്ചു. എന്നാൽ സുബല രാജാവ് നോക്കിയപ്പോൾ തന്റെ മകളുടെ വരനാകാൻ പോകുന്നയാൾ അന്ധനാണെന്ന് കണ്ട് ആദ്യം ഒന്ന് മടിച്ചിരുന്നു. എന്നാൽ ആ കാലത്ത് ഹസ്തിനാപുരിക്കും ഭീഷ്മർക്കും അതുപോലെ ധൃതരാഷ്ട്രർക്കും ഒക്കെയുള്ള ആ പേര് കേട്ടിട്ട് ഇങ്ങനെയൊരു കുടുംബത്തിലേക്ക് തന്റെ മകൾ പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് നിശ്ചയിച്ച് അങ്ങനെ ആ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. ഗാന്ധാരിയെ ഭീഷ്മർ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം, വളരെ മുൻപ് തന്നെ ഗാന്ധാരിക്ക് 100 മക്കൾ ഉണ്ടാകും എന്ന ഒരു വിവരം ഭീഷ്മർക്ക് കിട്ടിയിരുന്നു. അങ്ങനെ കുരുവംശത്തിന്റെ വർധനവുണ്ടാകുമല്ലോ എന്ന സന്തോഷത്താലാണ് ഗാന്ധാരിയെ ധൃതരാഷ്ട്രക്ക് വേണ്ടി ആലോചിച്ചത്. എന്നാൽ നമുക്കറിയാം, ഭീഷ്മരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുകയായിരുന്നു. എന്തായാലും ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു ആഗ്രഹം മുൻനിർത്തിയാണ് ഈ വിവാഹത്തിന് ഭീഷ്മർ മുൻകൈയെടുത്തത്. അങ്ങനെ ഗാന്ധാരിയാകട്ടെ തന്റെ ഭർത്താവ് അന്ധനാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരു വെളുത്ത പട്ടുവസ്ത്രമെടുത്ത് തന്റെ കണ്ണ് മൂടിക്കെട്ടി ഭർത്താവ് കാണാത്ത ലോകം തനിക്ക് കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഗാന്ധാരിയോടൊന്നിച്ച് വധുവിനെയും കൂട്ടി സഹോദരനായ ശകുനിയാണ് ഹസ്തിനാപുരിയിലേക്ക് വരുന്നത്. അങ്ങനെ അവരുടെ വിവാഹം സമംഗളം നടന്നു. ഇങ്ങനെയിരിക്കെ കുന്തിഭോജന്റെ മകളായ കുന്തിക്ക് സ്വയംവരം നിശ്ചയിച്ചതായി ഭീഷ്മർ അറിഞ്ഞു. അങ്ങനെ പാണ്ഡു ആ സ്വയംവരത്തിൽ പങ്കെടുത്തു. പാണ്ഡുവിനെ കണ്ട മാത്രയിൽ അനുരാഗബദ്ധയായ കുന്തിദേവി മറ്റൊന്നും ചിന്തിച്ചില്ല, പാണ്ഡുവിനെ ഭർത്താവായി വരിച്ചു. എന്നാൽ പിന്നീട് ഭീഷ്മർ ചില കാര്യങ്ങൾ കണക്കുകൂട്ടിക്കൊണ്ട് മദ്രരാജാവായ ശല്യരുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ സഹോദരിയായ മാദ്രിയെ പാണ്ഡുവിന് വേണ്ടി വിവാഹം ആലോചിച്ചു. അവിടെയാകട്ടെ അവരുടെ ഒരു രീതി അനുസരിച്ച് പുരുഷധനമാണ്, അതായത് ആരാണോ അവിടുത്തെ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് അവർ അങ്ങോട്ട് ധനധാന്യാദികൾ കൊടുക്കണം. ഭീഷ്മർ അതും സമ്മതിച്ചു. അങ്ങനെ പാണ്ഡുവിന് വേണ്ടി മാദ്രിയെയും ഭീഷ്മർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 2 ഭാര്യമാരുമായി പാണ്ഡു സസന്തോഷമായി കഴിഞ്ഞു വന്നു. ഇതിനിടയിൽ വിതുരരുടെയും വിവാഹം നടന്നു. ദേവകൻ എന്ന രാജാവിന്റെ ദാസിയിൽ പിറന്ന മകളുമായിട്ടാണ് വിതുരരുടെ വിവാഹം നടന്നത്. അങ്ങനെ ഇരിക്കെ രാജാവായ പാണ്ഡു ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. അതായത് അയൽ രാജ്യങ്ങളെ അങ്ങോട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, എന്നിട്ട് അവരുടെ ധനധാന്യാദികൾ സ്വന്തമാക്കുക, അങ്ങനെ ചക്രവർത്തിയായി തീരുക. അതാണ് ദിഗ്വിജയം. അങ്ങനെ വളരെ ഭംഗിയായി പാണ്ഡു ആ ദിഗ്വിജയം പൂർത്തിയാക്കി. എല്ലാ ഐശ്വര്യത്തോടും കൂടെ ജീവിച്ചു വരവേ പാണ്ഡുവിന് മൃഗയാവിനോദത്തിനായി കാട്ടിലേക്ക് പോകാൻ
തോന്നുകയാണ്. അങ്ങനെ 2 ഭാര്യമാരെയും കൂട്ടി പാണ്ഡു മൃഗയാവിനോദത്തിനായി കാട്ടിലേക്ക് പോയി. ഇതേ സമയം ഗാന്ധാരി ഗർഭിണിയായിരുന്നു. എന്നാൽ 2 വർഷത്തോളമാണ് ഗാന്ധാരി ആ ഗർഭം തന്റെ വയറ്റിൽ ചുമന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ഈ സമയത്ത് വ്യാസഭഗവാൻ വന്നപ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ വ്യാസഭഗവാനെ വിധിയാവണ്ണം സത്കരിച്ചതിന്റെ ഫലമായിട്ട് വ്യാസഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ്. 100 മക്കൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. എന്നാൽ മുൻപേ തന്നെ അങ്ങനെ ഒരു അനുഗ്രഹം ഗാന്ധാരിക്ക് കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടാണ് ഈ വിവാഹത്തിന് ഭീഷ്മർ മുൻകൈയെടുത്തത്. പക്ഷെ അത് ആരിൽ നിന്നാണെന്ന് ഈ സമയത്ത് അത് പറയുന്നില്ല. ഇങ്ങനെ പാണ്ഡു മൃഗയാവിനോദത്തിനായി കാട്ടിലേക്ക് പോയ ആ സമയത്ത് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു കലമാൻ ഇണചേരുന്നത് കണ്ട് ഒരു രസം തോന്നിയിട്ട് ആ കലമാനെ വധിക്കുകയാണ്. അമ്പേറ്റ് പിടഞ്ഞ ആ കലമാൻ പക്ഷേ മനുഷ്യ ശബ്ദത്തിൽ കരഞ്ഞപ്പോൾ പാണ്ഡുവും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അടുത്തെത്തിയ പാണ്ഡുവിനോട് ആ കലമാൻ പറഞ്ഞു, ഞാനൊരു മുനിയാണ്, കിന്തമൻ എന്നാണ് എന്റെ പേര്. താങ്കൾ ഒരു പാപം ചെയ്തു എന്ന് പറയുമ്പോൾ പാണ്ഡു ചോദിക്കും, ഞാൻ എങ്ങനെയാണ് പാപം ചെയ്യുന്നത്? മൃഗയാവിനോദം അത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ കിന്തമ മുനി പറയും, ശരിയാണ്, പക്ഷേ ഞങ്ങൾ ഇണചേർന്നിരിക്കുകയായിരുന്നു. എല്ലാ ജീവികൾക്കും അത്രയും പ്രിയങ്കരമായ ഈ സമയത്ത് അവരെ പിരിക്കുന്നത്, അതിൽ തന്നെ ഇണയിൽ ഒന്നിനെ വധിക്കുന്നത് മഹാപാപമാണ്. അതുകൊണ്ട് തന്നെ അങ്ങും ഭാവിയിൽ എപ്പോഴെങ്കിലും ഭാര്യയുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിന് മുതിരുന്ന ആ സമയത്ത് അങ്ങയുടെ ജീവൻ വെടിഞ്ഞ് അങ്ങ് യമലോകത്തേക്ക് പോകുന്നതാണ്. ഇങ്ങനെ ഒരു ശാപം കിട്ടിയപ്പോൾ പാണ്ഡു അസ്തപ്രജ്ഞനായി പോയി. കാരണം ജീവിതം ആസ്വദിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ പാണ്ഡുവിന്റെ ദുര്യോഗം ഒരു വല്ലാത്തൊരു ദുര്യോഗമാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പേര് കേട്ട, അതുകൊണ്ട് തന്നെ രാജാവാകാൻ വിധിച്ച യോഗ്യത നേടിയ ആളാണ് പാണ്ഡു. താൻ നല്ലൊരു രാജാവാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ദിഗ്വിജയം നടത്തി ചക്രവർത്തിയായി 2 സുന്ദരിമാരായ ഭാര്യമാരുമായിട്ട് സന്തോഷത്തോടെ വസിക്കേണ്ട ഈ കാലത്ത് ഇങ്ങനെ ഒരു ശാപം കിട്ടിയപ്പോൾ പാണ്ഡു ശരിക്കും തകർന്നുപോയി. ആ തകർച്ചയിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നീടൊരു തിരിച്ചുവരവ് ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹം തനിക്കിനിയൊരു ഭാവിയില്ല, അതായത് ദാമ്പത്യ സുഖം ഇനി എനിക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അപ്പോഴത്തെ ഒരു താൽക്കാലികമായ ഒരു വൈരാഗ്യം അതുണ്ടായിട്ട് പാണ്ഡു തീരുമാനിച്ചു, ഞാനിനി വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുകയാണ്. എന്റെ അച്ഛനെ പോലെ, അതായത് വേദവ്യാസ മഹർഷിയെ പോലെ ഞാനും സന്യാസം സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, തീവ്രമായ അല്ലെങ്കിൽ യഥാർത്ഥമായ വൈരാഗ്യം കൊണ്ടല്ലാതെ സന്യാസം സ്വീകരിച്ചാൽ അത് കപടമായി പോകും. അതിന്റെ ഉദാഹരണം തന്നെയാണ് പാണ്ഡു. ഇദ്ദേഹത്തിന് ഉണ്ടായ വൈരാഗ്യം അത് ദുഃഖത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഉണ്ടായതാണ്. തന്റെ തീരുമാനം ഭാര്യമാരെ അറിയിച്ചപ്പോൾ അവർ വല്ലാതെ വിഷമിച്ചു. മാത്രമല്ല അവർ പറഞ്ഞു, അങ്ങ് എവിടേക്ക് പോയാലും ഞങ്ങളും കൂടെ ഉണ്ടാകും, അങ്ങ് വിഷമിക്കേണ്ട. അങ്ങയുടെ ഈ ശാപം ഞങ്ങൾ അങ്ങ് ഓർമ്മിച്ചില്ലെങ്കിലും ഞങ്ങൾ ഓർത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അങ്ങയുടെ കൂടെ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ പാണ്ഡുവും അത് സമ്മതിച്ചു. അങ്ങനെ പാണ്ഡു തന്റെ കൂടെ നായാട്ടിന് വന്ന രാജ്യത്തെ എല്ലാ ഭടന്മാരോടും പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളൂ. അങ്ങനെ ആ കാട്ടിലുണ്ടായിരുന്ന ബ്രാഹ്മണരോടും പറഞ്ഞു, ഞങ്ങൾ 3 പേരും ഈ കാട്ടിനുള്ളിലേക്ക് ഹിമാലയത്തിലേക്ക് പോവുകയാണ് എന്നത് ഹസ്തിനാപുരിയിൽ എല്ലാവരെയും അറിയിക്കുക. ഞങ്ങൾക്കിനി ഒരു മടക്കമില്ല എന്ന് പറഞ്ഞാണ് പാണ്ഡു ഭാര്യമാരോടൊത്ത് ഹിമാലയത്തിലേക്ക് പോകുന്നത്. ഹിമാലയത്തിന്റെ ആ താഴ്വരയിലേക്ക് പോയി അവിടെ ഗന്ധമാദന പർവ്വതത്തിന്റെ അടുത്തായിട്ട് മഹർഷിമാരോടൊന്നിച്ച് വസിക്കുകയായിരുന്നു പാണ്ഡു.
എന്നാൽ പാണ്ഡുവിന്റെ പെട്ടെന്നുള്ള ഈ വാനപ്രസ്ഥവും ഒക്കെ എല്ലാവരെയും തീരാ ദുഃഖത്തിലാഴ്ത്തി. ഇവിടെയാണ് ഭീഷ്മരുടെ പല കണക്കുകൂട്ടലുകളും പിഴയ്ക്കുന്നത് നമുക്ക് കാണാവുന്നത്. നമ്മൾ എല്ലാവരും തന്നെ പലതും കണക്ക് കൂട്ടിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. പക്ഷേ സംഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഇവിടെയും ആ കണക്കുകൂട്ടലുകളൊക്കെ പിഴയ്ക്കുകയാണ്. പാണ്ഡു താമസിച്ചതിനടുത്തുള്ള മഹർഷിമാർ ഒരിക്കൽ ഒരു മഹായാഗത്തിൽ പങ്കെടുക്കാനായിട്ട് ബ്രഹ്മാവിന്റെ അടുത്തേക്ക്, അതായത് സ്വർഗലോകത്തിനും മുകളിലേക്ക് അങ്ങനെ പോകാൻ ഉള്ള സിദ്ധി അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നതായിട്ടറിഞ്ഞ് പാണ്ഡുവും അവരുടെ കൂടെ വരാനായിട്ട് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ ആ മഹർഷിമാർ ഭാര്യമാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് ആ വഴി സഞ്ചരിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ ബുദ്ധിമാനായ പാണ്ഡുവിന് മനസ്സിലായി മഹർഷിമാർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ആ പിതൃലോകത്തേക്കും അതിനുശേഷമുള്ള സ്വർഗലോകത്തിലേക്കും പോകാനുള്ള ആ പുണ്യം താൻ നേടിയിട്ടില്ല. കാരണം തനിക്ക് സന്താനങ്ങളില്ല. അങ്ങനെ ആ മഹർഷിമാർ പോയതിനു ശേഷം പാണ്ഡു അതീവ ദുഃഖിതനായി അങ്ങനെ കുന്തിയോട് പറയുകയാണ്, എനിക്കെന്തായാലും പുത്രോത്പാദനം നടത്താൻ സാധിക്കില്ല. എന്നാൽ ധർമ്മശാസ്ത്രമനുസരിച്ച് വംശവർദ്ധനവിന് പുരുഷന്മാർക്ക് സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്യുന്ന വേളയിൽ ഭർത്താവിന്റെ സഹോദരനിൽ പുത്രോത്പാദനം നടത്താം. അതല്ല എങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഭർത്താവിന്റെ അനുവാദത്തോടെ തന്നെ മറ്റൊരു പുരുഷനിൽ പുത്രോത്പാദനം നടത്താം. ഇങ്ങനെ ധർമ്മശാസ്ത്രം വിധിക്കുന്നുണ്ട്, സ്മൃതികൾ വിധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കുന്തിയോട് എന്റെ അനുവാദത്തോടുകൂടെ തന്നെ നീ മറ്റൊരു പുരുഷനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുന്തി അതിന് സമ്മതിച്ചില്ല. എനിക്കതിനൊരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രങ്ങൾ പഠിച്ച പാണ്ഡു പറയുന്നുണ്ട്, ഒരു പുരുഷനെ സംബന്ധിച്ച് പല വിധത്തിലും മക്കളുടെ സ്ഥാനം ഉണ്ടാകാം. അതായത് മക്കൾ എന്ന് പറയുന്നത് അവനവന് തന്നെ ഉണ്ടാകണം എന്നില്ല, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. എങ്കിലും അങ്ങനെ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഭാര്യയ്ക്ക് മറ്റൊരാളിൽ ജനിക്കുന്ന മക്കളെയും സ്വന്തം മക്കളായി കണക്കാക്കാം, അത് തന്റെ പുത്രന്മാരായിട്ട് തന്നെ കണക്കാക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രം വിധിക്കുന്നുണ്ട്. ഇവിടെ ഇന്നത്തെ കാലത്ത് ഈ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ സത്യത്തിൽ ഇതും ഒരു തരത്തിലൊരു അവിഹിതമല്ലേ? ഭർത്താവിന്റെ സഹോദരനിൽ പുത്രോത്പാദനം നടത്തുക, അന്യപുരുഷനിൽ പുത്രോത്പാദനം നടത്തുക എന്നതൊക്കെ. പക്ഷെ ഇന്ന് നമ്മുടെ നിയമവ്യവസ്ഥ ആകെ മാറിയത് കൊണ്ടാണ് നമുക്കിതൊക്കെ തെറ്റായിട്ട് തോന്നുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് വംശവർദ്ധനവിന്, പ്രത്യേകിച്ച് ക്ഷത്രിയന്മാർക്ക് അത് വംശവർദ്ധനവ് അത്രയും പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. അല്ലെങ്കിൽ രാജ്യം അനാഥമായി പോകും. അതുകൊണ്ടാണ് അവർ ഇതിന് പകരം എന്തു വഴി എന്ന് ആലോചിക്കുന്നത്. അത് ധർമ്മം അനുശാസിക്കുന്നു എന്ന് ധർമ്മശാസ്ത്രം പഠിച്ച അവർക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ പാണ്ഡുവും ധൃതരാഷ്ട്രരും ഒക്കെ അങ്ങനെ ജനിച്ചവരാണ്. അതും പാണ്ഡു പറയുന്നുണ്ട്, കുന്തിയോട് പറയുന്നുണ്ട്, ദേവിക്കറിയാമല്ലോ ഞാൻ എങ്ങനെയാണ് ജനിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു തെറ്റുമില്ല. പ്രത്യേകിച്ച് എന്റെ സമ്മതത്തോടു കൂടിയാണ് ദേവി മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം കുന്തി ഒരു കാര്യം തുറന്നു പറയുകയാണ്, ഏതായാലും അങ്ങ് ഒരു പിതാവാകാൻ ആഗ്രഹിക്കുന്നു, അതേസമയം എനിക്ക് സാധാരണ മനുഷ്യരുമായിട്ട് ഒരു ബന്ധം പുലർത്താൻ താല്പര്യമില്ല. എന്നാൽ എനിക്കൊരു മന്ത്രം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്റെ പൂർവ്വകഥ പാണ്ഡുവിനോട് പറയുകയാണ്. അങ്ങനെ എനിക്കിഷ്ടമുള്ള ഒരു ദേവനിൽ നിന്ന് സന്താനോത്പാദനത്തിനുള്ള കഴിവുണ്ട്, അതിനുള്ള മന്ത്രശക്തി എനിക്കുണ്ട്, ആ മന്ത്രം എനിക്കറിയാം. ഇനി അങ്ങ് പറയൂ, ആരിൽ നിന്നാണ് ഞാൻ ഗർഭം ധരിക്കേണ്ടത്?
അങ്ങനെ ചോദിച്ചപ്പോൾ പാണ്ഡു പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ധർമ്മദേവനിൽ നിന്ന് ഒരു കുഞ്ഞിനെ സ്വീകരിച്ചാലും. അങ്ങനെ കുന്തിദേവി ആദ്യം തന്റെ ചെറുപ്രായത്തിൽ ഒരു പരീക്ഷണത്തിന് മുതിർന്നിരുന്നു. അങ്ങനെയാണ് സൂര്യനിൽ നിന്ന് കർണൻ ഉണ്ടായത്. എന്നാൽ ഇന്ന് ഭർത്താവ് അറിയെ തന്നെ ധർമ്മദേവനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഉണ്ടായ മകനാണ് യുധിഷ്ഠിരൻ. അതേസമയം ഇങ്ങ് കൊട്ടാരത്തിൽ 2 വർഷമായിട്ടും തന്റെ ഗർഭം പുറത്തേക്ക് വരാത്തതിൽ അല്ലെങ്കിലേ ദുഃഖിതയായിരുന്നു ഗാന്ധാരി. അതിനിടയ്ക്കാണ് ചാരന്മാർ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കാട്ടിലുള്ളവരുടെ വിശേഷങ്ങൾ ഇവരറിയുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞു കുന്തിക്ക് ഈ രീതിയിൽ ഒരു മകൻ ജനിച്ചു എന്ന്. അത് കേട്ടതും ഗാന്ധാരി അതീവ ദുഃഖിതയായി തന്റെ ഗർഭത്തിൽ ശക്തിയായി മർദ്ദിച്ചു. അങ്ങനെ മർദ്ദിച്ചതിന്റെ ഫലമായിട്ട് ഒരു മാംസക്കട്ടയാണ് പുറത്തേക്ക് വീണത്. ഈ സമയം തന്നെ വ്യാസഭഗവാൻ അവിടെ എത്തുകയാണ്. വ്യാസഭഗവാൻ ചോദിക്കുന്നു, ഗാന്ധാരി നീ എന്താണ് ഈ ചെയ്തത്? അപ്പോൾ ഗാന്ധാരി പറയുന്നുണ്ട്, കുന്തി പ്രസവിച്ചു, ഞാൻ 2 വർഷമായി ഈ ഗർഭവും പേറി നടക്കുന്നു, എനിക്കിത് സഹിക്കാൻ പറ്റില്ല, പക്ഷെ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു, സാരമില്ല, എല്ലാം പ്രകൃതിയുടെ ഇച്ഛയാണ്. ഈ മാംസകഷണങ്ങളെ ഗൂഢമായിട്ട് രഹസ്യമായിട്ട് 100 ഭരണികളിലാക്കി നമുക്ക് വെക്കാം. അങ്ങനെ അദ്ദേഹം തന്നെ ആ ക്രിയകളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ശാസ്ത്രലോകം ഇതൊക്കെ വേറൊരു രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബ് ശിശുവായിട്ടും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മറ്റൊരു വേർഷൻ എന്ന് പറയാം. ഇതാണ് അന്ന് സംഭവിച്ചത്. ആ സമയത്ത് ഗാന്ധാരി പറഞ്ഞു, എനിക്ക് 100 മക്കൾ ഉണ്ടാകുമെന്നാണ് അങ്ങ് അനുഗ്രഹിച്ചത്. എങ്കിലും ഇപ്പോൾ എനിക്കൊരാഗ്രഹം, ഒരു മകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു, ദേവിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഇങ്ങനെ കഷ്ണങ്ങളാക്കിയതിൽ വെച്ച് കുറച്ച് കഷ്ണങ്ങൾ ബാക്കിയുണ്ട്, അത് ഞാനൊരു കുടത്തിൽ നിക്ഷേപിക്കാം, അതിൽ നിന്ന് ഒരു മകളും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഒരു പക്ഷേ ഓരോ വർഷത്തെ ഇടവേളയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കാം ഇവരൊക്കെ ജനിക്കുന്നത്. ഇതേ സമയം ഇങ്ങ് കാട്ടിൽ രാജാവിന്, അതായത് പാണ്ഡുവിന് വീണ്ടും മക്കൾ വേണം എന്ന ആഗ്രഹത്തിൽ ഇനി ഏത് ദേവനെയാണ് വിളിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വായുദേവനെ വിളിക്കാൻ ആവാഹിക്കാൻ പറഞ്ഞു. അങ്ങനെ വായുദേവനെ ആവാഹിച്ച് അതിലുണ്ടായ മകനാണ് ഭീമസേനൻ. ഇതേ സമയത്താണ് ഇങ്ങ് കൊട്ടാരത്തിൽ ദുര്യോധനനും ജനിക്കുന്നത്. ഇങ്ങനെ ഈ ഭരണികളിൽ നിന്ന് 100 ആൺമക്കളും ഒരു പെൺകുഞ്ഞായിട്ട് ദുശ്ശളയും ജനിച്ചു. അങ്ങനെ കൗരവരുടെ ജനനം അവിടെ പറയുന്നു. അത് കഴിഞ്ഞ് ഇവിടെ പാണ്ഡവർ ജനിക്കുന്നത് ഓരോ വർഷത്തെ ഇടവേളയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭീമൻ ജനിച്ചു കഴിഞ്ഞ് ഇനി ആരെയാണ് ആവാഹിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ശ്രേഷ്ഠനായ ദേവേന്ദ്രനെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. അതിനുവേണ്ടി 1 വർഷത്തെ കഠിന വ്രതം എടുത്തു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ദേവേന്ദ്രനിൽ നിന്നും ജനിച്ച സകല ഗുണങ്ങളും തികഞ്ഞ ആ മകനാണ് അർജുനൻ. ഇങ്ങനെ കുന്തിക്ക് 3 മക്കളുണ്ടായി. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പാണ്ഡുവിന് ഉണ്ടായ വൈരാഗ്യമൊക്കെ താൽക്കാലികമായിരുന്നു. ഇങ്ങനെ മക്കളൊക്കെ ഉണ്ടായപ്പോഴേക്കും പാണ്ഡു തന്റെ വാനപ്രസ്ഥാശ്രമമൊക്കെ മറന്നു. ശരിക്കും ഒരു ഗൃഹസ്ഥനായി, മനസ്സുകൊണ്ട് ഗൃഹസ്ഥനായി. എന്നാൽ പാണ്ഡുവിന് ഇനിയും മക്കൾ വേണം എന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ കുന്തി പറയും, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അന്യപുരുഷന്മാരിൽ നിന്നാണ്. 3 തവണ ഞാനത് ചെയ്തു, ഇനി അത് ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ ഞാനൊരു വേശ്യയ്ക്ക് തുല്യയായി പോകും എന്ന് കുന്തി പറയും. അങ്ങയുടെ ഈ ആഗ്രഹം അത്യാഗ്രഹമാണ് എന്നും കുന്തി പറയും. ഇതിനിടയിൽ മാദ്രി പാണ്ഡുവിനോട് രഹസ്യത്തിൽ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ കുന്തിയിൽ അങ്ങേക്ക് 3 മക്കളുണ്ട്. എനിക്കും ഒരമ്മയാകാൻ ആഗ്രഹമുണ്ട്.
പക്ഷേ ജ്യേഷ്ഠത്തിയോട്, അതായത് കുന്തിയോട് എനിക്കിത് നേരിട്ട് ചോദിക്കാൻ എന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. അങ്ങ് എനിക്കു വേണ്ടി കുന്തിയോടൊന്ന് സംസാരിക്കാമോ? അങ്ങനെ പാണ്ഡു കുന്തിയോട് പറയും, മാദ്രിക്കും ഒരമ്മയാകാൻ ആഗ്രഹമുണ്ട്, നീ അത് സാധിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കുന്തി സമ്മതിക്കുന്നു. ശരി. അങ്ങനെ മാദ്രിയോട് പറയും, കണ്ണടച്ച് ഏത് ദേവനെയാണോ വേണ്ടത് എന്ന് സ്മരിക്കുക, ഞാൻ അടുത്ത് നിന്ന് ആ മന്ത്രം ജപിക്കാം. അങ്ങനെ മാദ്രി അശ്വിനി ദേവന്മാരെ സ്മരിച്ചു. അങ്ങനെ ഒറ്റ പ്രസവത്തിൽ ഇരട്ട കുട്ടികളാണ് ഉണ്ടായത്, നകുലനും സഹദേവനും. എന്നാൽ ഇതും കഴിഞ്ഞു വീണ്ടും പാണ്ഡുവിന് ഇനിയും മക്കൾ വേണം എന്നൊരു ആഗ്രഹം വന്നപ്പോൾ കുന്തി പറഞ്ഞു, ഇനി അത് സാധ്യമല്ല. മാത്രമല്ല, ഇവിടെ മാദ്രിയോട് ഒരു ദേവനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇരട്ടകളെ, അതായത് ഇരട്ടകളായിട്ടുള്ള അശ്വിനി ദേവന്മാരെ പ്രാർത്ഥിച്ച് ഇരട്ടകളെ നേടിയതിൽ കുന്തിക്ക് ഒരു നീരസമുണ്ട്. അത് കുന്തി തുറന്നു പറഞ്ഞു. ശരിക്കും മാദ്രി എന്നെ ചതിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ കുന്തി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങ് ഈ ആഗ്രഹം മാറ്റിവെക്കണം, ഇനി എനിക്ക് സാധിക്കില്ല എന്ന് തന്നെ കുന്തി തീർത്തു പറയുകയാണ്. അങ്ങനെ 5 മക്കൾ പഞ്ചപാണ്ഡവന്മാർ, അവരോടുകൂടി അവർ സന്തോഷമായിട്ട് ആ കാട്ടിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ്. ഇവിടെ നമ്മൾ ഭാഗവതത്തിൽ വൃത്രാസുരന്റെ കഥ പഠിച്ചപ്പോൾ വൃത്രാസുരൻ ചോദിക്കുന്നുണ്ട്, ശാപമെന്ത്, വരമെന്ത്, ഇതിനൊക്കെ എന്ത് അർത്ഥമാണ് ഉള്ളത് എന്ന്. അതായത് ചില സമയത്ത് ശാപം അനുഗ്രഹമായിട്ട് വരാം, വരം ചിലപ്പോൾ ശാപമായിട്ടും വരാം. ഇവിടെ നമുക്ക് കാണാം, പാണ്ഡുവിന് കിട്ടിയ ഈ ശാപവും കുന്തിക്ക് കിട്ടിയ ഈ വരവും സത്യത്തിൽ ഇത് രണ്ടും ഈശ്വര നിശ്ചയമായിരുന്നു. കാരണം എങ്കിൽ മാത്രമാണ് ദ്വാപര യുഗത്തിൽ ദുഷ്ട വിനാശത്തിനായിട്ട്, ഇതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കർമ്മം ചെയ്യുന്നവരെ നശിപ്പിക്കാനായിട്ട് ഓരോ യുഗത്തിലും ഞാൻ സംഭവിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ദുഷ്ടന്മാരെ നശിപ്പിക്കാനായിട്ട് ഭഗവാൻ ഇവിടെ ഭൂമിയിൽ എഴുന്നള്ളിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ സഹായത്തിനായി ദേവന്മാർ തന്നെ വരണം. എന്നാൽ ഒരു മനുഷ്യനായ പാണ്ഡുവിൽ നിന്ന് ഒരിക്കലും ദേവന്മാർ ജനിക്കുകയില്ല. അതുകൊണ്ട് ആ പ്രകൃതി തന്നെയാണ് നിശ്ചയിച്ചത് പാണ്ഡുവിന് ഇങ്ങനെയൊരു ശാപം കൊടുക്കണം എന്ന്. അതേസമയം കുന്തിയിൽ ജനിച്ച മക്കൾ പാണ്ഡുവിന്റെ മക്കൾ തന്നെയാണ്. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞു. ഒരു പുരുഷന് തന്റെ ഭാര്യയിൽ ജനിക്കുന്ന മക്കൾ അനുവാദത്തോടെയാണ് ജനിക്കുന്നതെങ്കിൽ അത് സ്വന്തം മക്കൾ തന്നെയാണ് എന്ന് അങ്ങനെ കണക്കാക്കാം എന്നാണ്. അങ്ങനെയാണ് പാണ്ഡുവിന്റെ മക്കളായിട്ട് തന്നെ പാണ്ഡവന്മാർ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കുന്തിക്ക് വരം ലഭിക്കുന്നു, എങ്കിൽ മാത്രമേ ദേവന്മാർ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുകയുള്ളൂ. അങ്ങനെ ഇവിടെ ഒന്നും വരവുമല്ല, ഒന്നും ശാപവുമല്ല, എല്ലാം ആ ഈശ്വര നിശ്ചയം മാത്രമാണ്. ഇങ്ങനെ കൗരവരും പാണ്ഡവരും ജനിച്ച കഥയും മഹാഭാരതത്തിൽ ഈ രീതിയിൽ പറഞ്ഞു വയ്ക്കും. മഹാഭാരതം